കാർത്തിക് സുബ്ബരാജിന്റെ സംവിധാനത്തിൽ ധനുഷ് നായകനായി വന്ന ജഗമേ തന്തിരം നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുകയാണല്ലോ. ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ എന്ന രീതിയിൽ ഈ സിനിമയ്ക്ക് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞോ? സിനിമയെക്കുറിച്ചുള്ള അനാലിസിസ് വീഡിയോ ആണിത്, അതുകൊണ്ട് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് ആദ്യം സിനിമയുടെ പോസിറ്റീവുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. സിനിമ സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം വളരെ നല്ലതായിരുന്നു. നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം നമ്മുടേത് മാത്രമാണ്, പുറത്തു നിന്നുള്ളവർക്ക് അതിൽ യാതൊരു അവകാശവുമില്ല എന്ന ചിന്ത ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടുന്നവർക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും അതുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുക നമ്മൾ മറ്റൊരു സ്ഥലത്ത് ആ പ്രശ്നത്തിന്റെ റിസീവിംഗ് എൻഡിൽ നിൽക്കുമ്പോൾ മാത്രമാണ്. പ്രശ്നങ്ങൾക്കിടയിൽപ്പെട്ട് നാട് നഷ്ടപ്പെട്ട മനുഷ്യന്റെ ഐഡന്റിറ്റിയെ വെറും പേപ്പറുകളിലേക്ക് ചുരുക്കുന്ന മനുഷ്യത്വമില്ലായ്മയെയും സിനിമ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്വന്തം നാട്ടിൽ നിൽക്കുമ്പോൾ അവിടേക്ക് ജീവിക്കാൻ വരുന്ന മറ്റു നാട്ടുകാരെയെല്ലാം അന്യരായും തങ്ങളെക്കാൾ താഴെയുള്ളവരായും കാണുന്ന സിനിമയിലെ നായകൻ മറ്റൊരു നാട്ടിൽ അതേ അവസ്ഥ അനുഭവിക്കേണ്ടി വരുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സാധാരണക്കാരനാണ്. അങ്ങനെ ഒരു സാധാരണക്കാരന്റെ അനുഭവങ്ങളിൽ നിന്നുള്ള തിരിച്ചറിവിനെയാണ് സിനിമ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. സിനിമയിലെ ചില ഡയലോഗുകൾ വളരെ എഫക്റ്റീവ് ആയിരുന്നു എന്നതാണ് അടുത്ത പോസിറ്റീവ്. ജോജുവിന്റെ കഥാപാത്രത്തിന്റെ ഒരു ഡയലോഗ്, മുരുകേശൻ എന്ന കഥാപാത്രത്തിന്റെ ചില ഡയലോഗുകളൊക്കെ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു. ജോജുവിന്റെ കഥാപാത്ര സൃഷ്ടി മറ്റ് കഥാപാത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ പ്രേക്ഷകരുമായി കുറച്ചുകൂടി നന്നായി ഇമോഷണലി കണക്ട് ചെയ്യുന്ന വിധത്തിലുള്ളതായിരുന്നു. അത് ജോജു മികച്ചതാക്കുകയും ചെയ്തിട്ടുണ്ട്. സിനിമയുടെ BGM മറ്റൊരു പോസിറ്റീവാണ്, പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഭാഗങ്ങളിൽ. മൊത്തത്തിലുള്ള സിനിമയുടെ മേക്കിങ്ങിലെ ട്രീറ്റ്മെന്റും BGMഉം സിനിമയുടെ തീമുമായി പലപ്പോഴും ഒത്തുപോകുന്നില്ലെങ്കിൽ പോലും BGM മാത്രമായി നോക്കുമ്പോൾ ചിലയിടങ്ങളിൽ വളരെ മികച്ചതായി തന്നെ തോന്നുന്നുണ്ട്. ഇനി നെഗറ്റീവ്സിലേക്ക് വന്നാൽ ഏറ്റവും വലിയ നെഗറ്റീവായി തോന്നിയത് സീരിയസ് ആയ ഒരു വിഷയം വളരെ ലൈറ്റായ മേക്കിംഗ് രീതിയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്തത് അത്ര കൺവിൻസിംഗ് ആയി തോന്നിയില്ല. സിനിമയിലെ കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് ഒന്നും പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോയതും ഒരുപക്ഷെ ഈ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടായിരിക്കാം. സൂപ്പർ കൂളായ, സെൽഫിഷായ, ഓവർ കോൺഫിഡൻസ് എന്ന് പറയാൻ മാത്രമുള്ള കോൺഫിഡൻസ് ഉള്ള നായകനെ സിനിമയിലെ മറ്റ് പൊളിറ്റിക്സിലേക്കൊന്നും പോകാതെ അവതരിപ്പിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഈ ഒരു മേക്കിംഗ് ഒരുപക്ഷെ ആപ്റ്റ് ആകുമായിരുന്നു. പക്ഷെ പകുതിക്ക് വെച്ച് മൊറാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുകയും സെന്റിമെന്റ്സ് മനസ്സിലാക്കുകയും ചെയ്യുന്ന നായകനായി ധനുഷ് മാറുമ്പോൾ അത് കൺവിൻസിംഗ് ആക്കുന്നതിൽ സിനിമയുടെ മേക്കിംഗ് രീതി പരാജയപ്പെട്ടതായാണ് തോന്നിയത്. മറ്റൊരു നെഗറ്റീവായി തോന്നിയത് ധനുഷിന്റെ കഥാപാത്രത്തെ ബിൽഡ് ചെയ്ത രീതിയാണ്. വില്ലന്റെ ഹീറോയിസം എന്ന രീതിയിൽ ഫസ്റ്റ് ഹാഫിൽ ആ കഥാപാത്രത്തെ പ്രസന്റ് ചെയ്യാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മോറലി ധനുഷിന്റെ കഥാപാത്രവുമായി കണക്ട് ചെയ്യാൻ പറ്റാത്ത ഫസ്റ്റ് ഹാഫ് പ്രേക്ഷകരിൽ കൺഫ്യൂഷൻ സൃഷ്ടിച്ചേക്കാം. പക്കാ വില്ലത്തരങ്ങൾ കൈമുതലായുള്ള നായകൻ നായികയുടെ ഒരൊറ്റ കഥ പറച്ചിലിൽ വീണുപോകുന്നിടത്തും ഇമോഷണലായി മാറി ചിന്തിക്കുന്നിടത്തും ചെറിയൊരു പ്രശ്നം അനുഭവപ്പെട്ടിരുന്നു. അടുത്തത് ഐശ്വര്യലക്ഷ്മിയുടെ കഥാപാത്ര സൃഷ്ടിയാണ്. ആ കഥാപാത്രത്തിന്റെ ഇമോഷൻസും ഇന്റൻഷനും ധനുഷിന്റെ കഥാപാത്രത്തോട് തോന്നുന്ന സ്നേഹവും ഒന്നും ഒട്ടും കൺവിൻസിംഗ് അല്ലാത്തതിനാൽ തന്നെ ആ കഥാപാത്രത്തെ മികച്ചതാക്കാൻ ഐശ്വര്യലക്ഷ്മിക്ക് കഴിയാഞ്ഞതുപോലെയാണ് തോന്നിയത്. തിരക്കഥയിലേക്ക് വന്നാൽ നായകന്റെ ബുദ്ധിയും ശക്തിയും കാണിക്കുന്നതിനായി എഴുത്തുകാരൻ അധികം മെനക്കെടാതെ അതൊക്കെ നായകനുണ്ടെന്ന് എളുപ്പത്തിൽ സ്ഥാപിക്കുന്നതായാണ് തോന്നിയത്. അതിനായി മറ്റു ചില കഥാപാത്രങ്ങളെ എക്സ്ട്രീംലി വീക്കാക്കുകയാണ് എഴുത്തുകാരൻ ചെയ്തത്. ഉദാഹരണത്തിന് നായകൻ ശിവദാസിന്റെ പദ്ധതികളൊക്കെ കണ്ടുപിടിക്കുന്നത് മറ്റു ചില കഥാപാത്രങ്ങളുടെ മണ്ടത്തരം എന്നതിലുപരി നായകന്റെ മിടുക്കായൊന്നും തോന്നിയില്ല. നായകനോടുള്ള എഴുത്തുകാരന്റെ ഇഷ്ടവും സിമ്പതിയും ഒക്കെ മറ്റു ചില കഥാപാത്രങ്ങൾക്ക് നായകനോട് തോന്നുന്നത് എഴുത്തിലെ ഒരു വലിയ പ്രശ്നമായി തോന്നി. ചില ക്ലിഷേ സീനുകളും മോശം തമാശകളും സിനിമയുടെ നിറം കെടുത്തുന്നുണ്ടെങ്കിലും മെയിൻ തീമിന്റെ ആഴം വ്യക്തമാക്കുന്ന രീതിയിലുള്ള കുറച്ച് സീനുകളും ഡയലോഗുകളുമാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. അഭിനയത്തിലേക്ക് വന്നാൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച ധനുഷ് ഇടയ്ക്കൊക്കെ രജനീകാന്തിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നിടത്ത് അത്രയ്ക്കങ്ങ് ശോഭിക്കുന്നില്ലെങ്കിലും മറ്റു ഭാഗങ്ങളിലെല്ലാം എഴുതിവെച്ച കഥാപാത്രത്തെ പറ്റാവുന്നത്ര നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മിയുടെ കഥാപാത്ര സൃഷ്ടി തന്നെ വളരെ കൺഫ്യൂസിംഗ് ആയതിനാൽ അഭിനയത്തെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല എന്നാണ് തോന്നിയത്. മെയിൻ വില്ലൻ ഒഴിച്ച് ബാക്കിയുള്ള വിദേശ ആക്ടേഴ്സ് എല്ലാം പ്രകടനത്തിൽ മോശമായാണ് അനുഭവപ്പെട്ടത്. ജോജു തന്റെ റോൾ മികച്ചതാക്കിയിട്ടുണ്ട്. സിനിമയുടെ ലെങ്താണ് മറ്റൊരു പ്രശ്നമായി തോന്നിയത്. ഇടയ്ക്കൊക്കെ ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള എഴച്ചിൽ എഡിറ്റിംഗിന്റെ പ്രശ്നമായി തോന്നി. തമിഴ് സിനിമയുടെ സ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു പ്ലോട്ടാണ് സിനിമയുടേത്. കാരണം ഒരു വിദേശ സ്ഥലത്തെ പശ്ചാത്തലമാക്കി സിനിമ എടുക്കുമ്പോൾ അവിടുത്തെ സംസ്കാരവും ആളുകളുടെ സ്വഭാവവും ഒക്കെ മനസ്സിലാക്കിയെടുക്കുന്നത് അത്ര എളുപ്പമല്ല. ജിഗർ താണ്ഡെയൊക്കെ അത്രയും മികച്ചതാകാൻ കാരണം തമിഴ്നാടിന്റെ ഫ്ലേവർ നാച്ചുറലായി കഥയിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും കൊണ്ടുവരാൻ കഴിഞ്ഞതാണ്. അങ്ങനെ നോക്കുമ്പോൾ ലണ്ടനെയും അവിടെ ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവത്തെയും ചെറിയ രീതിയിൽ പോലും ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ശ്രമവും സിനിമയിൽ കണ്ടില്ല. ലണ്ടനിലെ ആളുകൾ റേസിസത്തെ എതിർക്കുന്ന വളരെ നല്ലവരായ കുറച്ച് മനുഷ്യരും പിന്നെ വളരെ മോശം ഒരു വില്ലനും അയാളുടെ ഗുണ്ടകളും എന്നതിലേക്ക് ഒതുങ്ങി. അതേപോലെ ലണ്ടനിലെ തമിഴരെ അവതരിപ്പിച്ചപ്പോഴും മിക്ക കഥാപാത്രങ്ങളും ഒറ്റ ഡയമെൻഷനുള്ള കഥാപാത്രങ്ങളായാണ് തോന്നിയത്. മറ്റൊരു കാര്യം, അഭയാർത്ഥികളെ രക്ഷിക്കാൻ വേണ്ടി ആയുധം കടത്തുന്ന ശിവദാസിന്റെ കഥാപാത്രത്തെ കുറച്ചധികം ന്യായീകരിച്ചോ എന്ന് സിനിമ കണ്ടപ്പോൾ തോന്നി. കാരണം പലരും ഇങ്ങനെ ആയുധക്കടത്ത് നടത്തുന്നത് കൊണ്ടാണല്ലോ കൂടുതൽ അഭയാർത്ഥികൾ ഉണ്ടാകുന്നത്. ചുരുക്കത്തിൽ ഒരു വലിയ ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ വിഷയത്തെ ഒരു പക്ക ലോക്കൽ മാസ് ഗാങ്സ്റ്റർ സിനിമയുടെ തിരക്കഥ കൊണ്ട് കൈകാര്യം ചെയ്തതുപോലെയാണ് ജഗമേ തന്തിരം അനുഭവപ്പെട്ടത്. മേക്കിംഗ് കൊണ്ട് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും. എന്താണ് ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.